മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം കേരളവുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗത്ത് കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി ചുമതലയേറ്റത് ആര് എന്നതാണ് ചോദ്യം. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി ചുമതലയേറ്റത് ആര് എന്നതാണ് ചോദ്യം. MP സ്നേഹലതയാണ് ഉത്തരം. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി ചുമതലയേറ്റത് MP സ്നേഹലത. ഇനി അടുത്ത ചോദ്യം, 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് കണ്ടെത്തിയത്? 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്? ചോദ്യം ഒരിക്കൽ കൂടി, 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ജില്ല ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം പാലക്കാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്ക് കുറവുള്ള ജില്ലയാണ് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെടുത്ത ജില്ല, കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ല. അടുത്ത ചോദ്യം, കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചതാർക്ക്? സുകുമാർ അഴീക്കോടിൻ്റെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണ് തത്വമസി പുരസ്കാരം. തത്വമസി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതാണ് ചോദ്യം. ഉത്തരം സജിത അനിലാണ് സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരത്തിന് അർഹയായത്. അടുത്തത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച സിനിമ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആട്ടമാണ്. മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചത് ആട്ടം എന്ന ചിത്രത്തിലാണ്. സംവിധാനം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന ചിത്രത്തിലാണ് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, ഫിലിം ക്രിട്ടിക്സ് അവാർഡുമായി ബന്ധപ്പെട്ട മറ്റ് പുരസ്കാരങ്ങളാണ്. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ്, സിനിമ ആട്ടം ആണ്. അതുപോലെ മികച്ച നടൻ ബിജു മേനോനാണ്, സിനിമ ഗരുഡനാണ്. അതുപോലെ തന്നെ രണ്ടുപേരുണ്ട് മികച്ച നടനായി തിരഞ്ഞെടുക്കട്ടെ, ബിജു മേനോനും വിജയരാഘവനാണ്. വിജയരാഘവൻ്റെ സിനിമ പൂക്കാലം എന്ന സിനിമയാണ്. അതുപോലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശിവതയാണ്, സിനിമ ജവാനും മുല്ലപ്പൂവും. സറിൻ ശിഹാബ്, സിനിമ ആട്ടം. രണ്ടുപേരാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശിവതയും സറിൻ ശിഹാബുമാണ്. ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസനാണ്. നടനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ആയിട്ടുള്ള ശ്രീനിവാസനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നസീഫ് മുത്താലി, സിനിമ ചാമ. മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ട നസീഫ് മുത്താലി, സിനിമ ചാമ. അതുപോലെ തന്നെ ആവണി ആവുസാണ് മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു നടൻ, സിനിമ കുറിഞ്ഞിയാണ്. ഇനി ഗാനരചയിതാവ് K ജയകുമാറാണ്. സംഗീത സംവിധാനം അജയ് ജോസഫ്. പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ. പിന്നണി ഗായിക മൃദുല വാര്യർ. ഇതാണ് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ. ഇനി അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, ഇന്ത്യൻ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇടം നേടുന്ന മൂന്നാമത്തെ മലയാളി ആര് എന്നതാണ് ചോദ്യം. ഇന്ത്യൻ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇടം നേടുന്ന മൂന്നാമത്തെ മലയാളി ആര് എന്നതാണ് ചോദ്യം. അത് ഉത്തരം സഞ്ജു സാംസണാണ്. ഇത്തവണത്തെ ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം നേടിയത്. സുനിൽ വത്സനാണ് 1983 ലോകകപ്പിൽ ആദ്യമായി ഇടം നേടിയ ആദ്യ മലയാളി. ശ്രീശാന്ത് 2007 2020 വേൾഡ് കപ്പിൽ അംഗമായിരുന്നു. 2011 ഏകദിന ലോകകപ്പിലും ശ്രീശാന്ത് അംഗമായിരുന്ന ടീമിൽ അംഗമായിരുന്നു. എന്നിവരാണ് മറ്റ് രണ്ട് താരങ്ങൾ. ഇനി കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സംവിധായകനും ഗാനരചയിതാവും മുഖ്യമായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിക്കാണ് അവാർഡ് ലഭിച്ചത്. ഇനി കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. SK പൊറ്റക്കാട് സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. SK പൊറ്റക്കാട് സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത്
KP രാമനുണ്ണിയാണ് ഉത്തരം. KP രാമനുണ്ണിയാണ് SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം ലഭിച്ചത്. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം ലഭിച്ചത് KP രാമനുണ്ണി. അദ്ദേഹത്തിൻ്റെ കൃതി ഏതെന്ന് ചോദിച്ചാൽ ഹൈന്ദവം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിക്കുകയുണ്ടായ ഹൈന്ദവം എന്ന കൃതി. ഇനി അടുത്തത് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറി. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറി ആര് എന്നതാണ് ചോദ്യം. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറിയാണ് R. രാമചന്ദ്രൻ നായർ. R. രാമചന്ദ്രൻ നായരാണ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറി. R. രാമചന്ദ്രൻ നായർ. 1,11,111 സമ്മാന തുക. ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളി ആര് എന്നതാണ് ചോദ്യം. ഇന്ത്യൻ വനിതാ ടീമിൽ അംഗമായ മലയാളി ആര് എന്നതാണ് ചോദ്യം. ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീമിൽ അംഗമായ മലയാളി ആര് എന്ന് ചോദിച്ച ഉത്തരം MS സാന്ദ്രയാണ് ഉത്തരം. MS സാന്ദ്രയാണ് ഉത്തരം. MS സാന്ദ്രയാണ് ഉത്തരം. ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീമിൽ അംഗമായ മലയാളിയാണ് MS സാന്ദ്ര. ഇനി അടുത്തത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏത് എന്നാണ് ചോദ്യം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ആദ്യ ജില്ല. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ജില്ലയാണ് ഉത്തരം പാലക്കാട് ജില്ലയാണ്. 40 മുകളിലൊക്കെ ഡിഗ്രി സെൽഷ്യസ് ചൂടൊക്കെ 41 ഡിഗ്രി വരെ ചൂടൊക്കെ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ചോദ്യം ഇതാണ്, കേരളത്തിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല. ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. ഇനി അടുത്തത് സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക് എന്നാണ് ചോദ്യം. 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയാണ് ഉത്തരം. പ്രഭാവർമ്മയാണ് ഉത്തരം. 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായ IPS ഓഫീസർ ആര് എന്നതാണ് ചോദ്യം. തൃശ്ശൂരിലെ പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. ആ തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം P. വിജയൻ IPS ആണ്. P. വിജയൻ IPS ആണ് തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായത്. ഇനി അടുത്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ ആദ്യ ചോദ്യം, നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായി നിയമിതനായത്. AI ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായി നിയമിതയായത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം പ്രഗ്യ മിശ്ര. പ്രഗ്യ മിശ്രയാണ് ആദ്യ ജീവനക്കാരിയായി നിയമിതയായത്. അതായത് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിതയായത് പ്രഗ്യ മിശ്ര. നാവികസേനാ മേധാവിയായി നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയായി നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് നാവികസേനാ മേധാവിയായി നിയമിതനായത്. അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായി ചുമതലയായത്. എയർ ഇന്ത്യയുടെ സേവനം അവസാനിപ്പിച്ച വിമാന കമ്പനി ഏത് എന്നാണ് ചോദിച്ചത്. അടുത്ത കാലത്ത് അവസാനിപ്പിക്കേണ്ടായിരുന്ന ജനപ്രിയ വിമാന സർവീസ് ഏത് എന്ന് ചോദിച്ചാൽ ബോയിങ് 747. അടുത്ത കാലത്ത് ബോയിങ് 747. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏത് എന്നതാണ് ചോദ്യം. 30 വർഷങ്ങൾക്ക് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ
ആസ് ലൈറ്റാണ് 30 വർഷങ്ങൾക്ക് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡിയർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ. അതിൽ ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ മലയാളികൾ കൂടി അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ എന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതാണ്. ഇനി ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ ആര് എന്നതാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ ആര് എന്നാണ് ചോദ്യം. അത് ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരമാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഉത്തരം നിഖിൽ കാമത്താണ്. നിഖിൽ കാമത്താണ് ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിഖിൽ കാമത്താണ്. ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകനാണ് നിഖിൽ കാമത്ത്. ഇനി അടുത്ത ചോദ്യം, കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 17കാരനായിട്ടുള്ള ഡി ഗുകേഷ് ആണ് ഉത്തരം. അതായത് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെൻറ്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഡി ഗുകേഷ്. ഇനി ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആസ്പത്രി ഏത് എന്ന് ചോദിച്ചതിനുത്തരം SAT ആശുപത്രിയാണ്. ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആശുപത്രി ഏതെന്ന് ചോദിച്ചതിനുത്തരം SAT ആശുപത്രിയാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം ഏത് എന്ന് ചോദ്യം. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കപ്പെടുന്ന ശ്രീലങ്കയിലെ തുറമുഖം ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം കാംഗസന്തുറൈ തുറമുഖം. കാംഗസന്തുറൈ തുറമുഖമാണ് ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം. ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേമാണ്. റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേമാണ് ഈ വർഷത്തെ വേൾഡ് ഫോട്ടോ പ്രൈസ് അവാർഡ് ലഭിച്ചത്. മുഹമ്മദ് സലീമാണ്. അതായത് 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫറാണ് മുഹമ്മദ് സലീം. ഇനി അടുത്തത്, സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം കൈവരിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് എന്നാണ് ചോദ്യം. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം സ്വന്തമാക്കിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഖത്തറിലെ ഹമദ് വിമാനത്താവളമാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തുള്ള സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയത് ആരെല്ലാം എന്നതാണ് ചോദ്യം. ടൈം വാരിക പുറത്തിറക്കിയ 2024 ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ. ലോകബാങ്ക് അധ്യക്ഷനായുള്ള അജയ് ബംഗയാണ് ഒരാൾ. രണ്ടാമത്തേത് ബോളിവുഡ് നടിയായ ആലിയ ഭട്ടാണ് രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ഗുസ്തി താരം സാക്ഷി മാലിക്. നാലാമത്തെ മൈക്രോസോഫ്റ്റ് CEO സത്യ നാദല്ല എന്നീ ഭാരതീയരാണ് ഇടം പിടിച്ചത്. ടൈം വാരികയെ ഇറക്കിയ 2024 ലോകത്തെ സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അജയ് ബംഗ, ലോകബാങ്ക് അധ്യക്ഷൻ, അതുപോലെ തന്നെ ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യ നാമല്ല എന്നീ ഭാരതീയരാണ് ഇടം പിടിച്ചത്. ഇനി ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റത് ലിൻഡി ക്യാമറൂൺ. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റത് ലിൻഡി ക്യാമറൂൺ. ഇനി ഗാസയിലെ യുദ്ധത്തിലെ തീഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്ക് നൽകുന്ന പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കെല്ലാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ന്യൂയോർക്ക് ടൈംസും 2 റോയിട്ടേഴ്സ്. ഈ 2 മാധ്യമങ്ങൾക്കാണ്
ഗാസയിലെ യുദ്ധത്തിൻ്റെ തീഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പുലിസ്റ്റർ പുരസ്കാരത്തിന് അർഹമായി. ഇനി 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത്. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് സ്ട്രാൻബർഗിനെയാണ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി ഫ്രാൻസിലെ നഗരത്തെ തിരഞ്ഞെടുത്തു. അത് തിരഞ്ഞെടുത്തു, യുനെസ്കോ തിരഞ്ഞെടുത്തു. അത് സ്ട്രാൻബർഗ് ആണ്, ഫ്രാൻസിലാണ് സ്ട്രാൻബർഗ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതായത് IPL ക്രിക്കറ്റിൽ 100 ക്യാച്ച്, അതുപോലെ 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമാണ് രവീന്ദ്ര ജഡേജ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 1000 റൺസ്, അതുപോലെ 100 വിക്കറ്റ് എന്നിവ നേടുന്ന ആദ്യ താരമായി രവീന്ദ്ര ജഡേജ. അടുത്തതായിട്ട് സ്പോർട്സ് ഈ വർഷത്തെ ലോറൻസ് സ്പോർട്സ് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, അതുപോലെ തന്നെ ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റി എന്നിവർക്കാണ് ഈ വർഷത്തെ ലോറൻസ് സ്പോർട്സ് പുരസ്കാരം ലഭിച്ചത്. ലോറൻസ് സ്പോർട്സ് പുരസ്കാരം ലഭിച്ചത് ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, അതുപോലെ ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റിക്കും ആണ് ഈ വർഷത്തെ ലോറൻസ് സ്പോർട്സ് പുരസ്കാരം ലഭിച്ചത്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, ലോക ടെന്നീസ് 1ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ. ലോക ടെന്നീസ് 1ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ആര് എന്നതാണ് ചോദ്യം. ഉത്തരം നൊവാക് ജോക്കോവിച്ച്. ലോക ടെന്നീസിൽ 1ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. നൊവാക് ജോക്കോവിച്ചാണ് ഉത്തരം. ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ആര് എന്നാണ് ചോദ്യം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ സിറ്റിയാണ്. ഫൈനലിൽ മോഹൻ ബഗാനാണ് തോൽപ്പിച്ചത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് അതായത് ISL ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ സിറ്റി. അവർ ഫൈനൽ തോൽപ്പിച്ചത് മോഹൻ ബഗാനെയാണ്. അതായത് റണ്ണറപ്പ് മോഹൻ ബഗാൻ ആണെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം സ്പോർട്സുമായി ബന്ധപ്പെട്ട് ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആര് എന്നതാണ് ചോദ്യം. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നീരജ് ചോപ്രയാണ്. ഉത്തരം നീരജ് ചോപ്രയാണ് ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം. സ്പോർട്സുമായി ബന്ധപ്പെട്ടത് അടുത്ത ചോദ്യം, 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്ന രാജ്യം ഏത് എന്നതാണ് ചോദ്യം. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ വേദിയാകുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് ഉത്തരം. അതുപോലെ തന്നെ ആസാമിലെ ഗുവാഹത്തിയിലാണ് മത്സരങ്ങൾ നടക്കുക. ആസാമിലെ ഗുവാഹത്തിയിലാണ് മത്സരങ്ങൾ നടക്കുക. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇന്ത്യ. അടുത്തത് പ്രധാന നിര്യാണങ്ങളാണ്. അതിൽ കനകലത ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ സീരിയൽ രംഗത്ത് 4 പതിറ്റാണ്ടിലേറെ സിനിമ സീരിയൽ രംഗത്ത് നടിയായിരുന്നു കനകലത. അവർ 63ാമത്തെ വയസ്സിൽ അന്തരിക്കുകയുണ്ടായി. ഇനി ഹരികുമാർ ബന്ധപ്പെട്ട മേഖല ഏത് എന്നാണ് ചോദ്യം. ഹരികുമാർ അടുത്ത കാലത്ത് അന്തരിക്കേണ്ട. അദ്ദേഹം സിനിമയെ ബന്ധപ്പെട്ട ആളാണ്. സുഹൃതമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. സംഗീത് ശിവൻ ബന്ധപ്പെട്ട മേഖല ഏത് എന്നാണ് ചോദ്യം. പ്രശസ്ത സംവിധായകനാണ്, ഛായാഗ്രാഹകനാണ്. 1982 പുറത്തിറങ്ങിയ യോദ്ധയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രം. ഇനി അടുത്ത ബെർണാഡ് ഹിൽ ബന്ധപ്പെട്ട മേഖല ഏത് എന്ന് ചോദിച്ചാൽ ബെർണാഡ് ഹിൽ ബന്ധപ്പെട്ട മേഖല അദ്ദേഹം ഹോളിവുഡ് നടനാണ്. ടൈറ്റാനിക്, അതുപോലെ ലോർഡ് ഓഫ് ദ റിങ്സ് എന്നീ ചിത്രങ്ങളുടെ പ്രശസ്തനായ ഹോളിവുഡ് നടനാണ് ബെർണാഡ് ഹിൽ. അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. ഇനി അടുത്തത് KG ജയൻ. കേരളവുമായി ബന്ധപ്പെട്ട ഒരു നിര്യാണമാണത്. KG ജയൻ ബന്ധപ്പെട്ട മേഖല ചോദിച്ചു കഴിഞ്ഞാൽ ജയവിജയന്മാരിലൊരാളാണ്. പത്മശ്രീ പുരസ്കാരം, സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ്,
തുടങ്ങിയ പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ളയാളാണ് KG ജെ. ലോകവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 1974 ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നത് ആര് എന്നതാണ് ചോദ്യം. 1974 ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്ന ആള് ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ബെന്റ് ഹോൾസൺ ബെയ്ൻ ആണ്. അന്തരിക്കേണ്ടായി. ബെന്റ് ഹോൾസൺ ബെയ്ൻ ആണ്. അദ്ദേഹം ബന്ധപ്പെട്ട മേഖല ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോളാണ്. സുധീർ കക്കാർ, കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യം. സുധീർ കക്കാർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മനഃശാസ്ത്ര വിദഗ്ധൻ, എഴുത്തുകാരൻ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല. അദ്ദേഹവും അന്തരിക്കേണ്ടായി. പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായിരുന്നു സുധീർ കക്കാർ. ഇത്രയുമാണ് മെയ് മാസത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ്. നന്ദി, നമസ്കാരം.